അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് അമ്മാ ബഅദ്. മദദ് യൂട്യൂബ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. മദദ് വ്ലോഗിൻ്റെ ഇന്നത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഗ്രാമത്തിലെ നിലാമുറ്റം മഖാമിലേക്കാണ്. ഞങ്ങൾ ഈ യാത്ര തിരിച്ചത് കണ്ണൂർ ജില്ലയിലെ തന്നെ നടുവിൽ ഗ്രാമത്തിൽ നിന്നാണ്. ഏകദേശം 19 കിലോമീറ്ററാണ് ഇവിടെ നിന്നും നിലാമുറ്റത്തേക്ക്. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 30 കിലോമീറ്ററോളമുണ്ട് ഈ പ്രദേശത്തേക്ക് എത്തുവാൻ. പച്ചപ്പടർപ്പുകളും മാമലകളും ആറും അരുവിയും കൊണ്ട് അനുഗ്രഹീതമായ ഇരിക്കൂർ ഗ്രാമത്തിന് തിലകച്ചാർത്തായി നിലകൊള്ളുന്നു നിലാമുറ്റം മഖാം. പഴമയുടെ പരിമളവും ആത്മീയതയുടെ അന്തസത്തയും സമഞ്ജസമായി സമന്വയിച്ച പുണ്യ പൂങ്കാവനം. ഒട്ടനവധി സ്വഹാബാക്കളുടെയും താബിഉകളുടെയും പണ്ഡിതരുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യഗേഹം. ഹിജറ വർഷാരംഭത്തിൽ തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാം ഇരിക്കൂറിൽ എത്തിയെന്നതിനുള്ള ജീവിക്കുന്ന തെളിവാണ് അവിടെ മൺമറഞ്ഞവരുടെ മക്ബറകൾ. മദീനയിലെ ഖബർസ്ഥാൻ ജന്നത്തുൽ ബക്കീഇനെ അനുസ്മരിപ്പിക്കും വിധം അതേ ആകൃതിയിലും രൂപത്തിലും മക്ബറകൾ ഇവിടെ കാണാം. പുള്ളിയില്ലാത്ത അറബി ലിപി ഹിജറ 5ൻ്റെയും 50ൻ്റെയും ഇടയിൽ ഇവിടെ വിശുദ്ധ ദീൻ എത്തി എന്നതിൻ്റെ സൂചനയാണ്. ഒരു കാലത്ത് കൊടും വനമായിരുന്ന ഇവിടെ അബ്ദുൽ ഖയ്യൂം എന്ന അന്വേഷിയാണ് മക്ബറകൾ കണ്ടെത്തിയത്. ഏകദേശം 200ഓളം മക്ബറകളാണ് ഇവിടെയുള്ളത്. ബദറിൽ പങ്കെടുത്തവർ ഉൾപ്പെടെ നിരവധി സ്വഹാബാക്കൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നാണ് വിശ്വാസം. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തിൽ ഉണ്ടായിരുന്ന മാലിക് ഇബ്നു കമാൽ, മാലിക് ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹുമാരുടെ മക്ബറകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇത്രയേറെ സ്വഹാബാക്കളുടെയും താബിഉകളുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യഭൂമികയിലേക്ക് നീറുന്ന നൂറു പ്രശ്നങ്ങളും മനസ്സിനെ മതിക്കുന്ന വ്യഥകളുമായി കടന്നു വരികയും ആശ്വാസം നേടുകയും ചെയ്യുന്ന സന്ദർശകർ ധാരാളമാണ്. നിലാമുറ്റത്തെ പ്രാചീനമായ കിണറും ആയിരങ്ങൾ കുടിക്കുകയും കുപ്പിയിലും ക്യാനുകളിലുമായി കൊണ്ടുപോവുകയും ചെയ്തിട്ടും വറ്റാത്ത ഉറവയും അവിടുത്തെ കറാമത്തിൻ്റെ നേർചിത്രങ്ങളാണ്. ഇസ്ലാമിൻ്റെ ആരംഭദശയിൽ തന്നെ മുസ്ലിങ്ങൾ ഇവിടെ വന്നു താമസിച്ചിരുന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തിൽപ്പെട്ട സ്വഹാബിയാണ് ഇരിക്കൂർ ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. ആ സ്വഹാബി പള്ളി അങ്കണത്തിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. മുഹയ്യിദ്ദീൻ മാലയുടെ രചയിതാവ് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഖാദി മുഹയ്യിദ്ദീൻ ഈ പള്ളിയിൽ മുദരിസും ഖാദിയുമായി സേവനം ചെയ്തിട്ടുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, പറവണ്ണ മുഹയ്യിദ്ദീൻ കുട്ടി മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാർ ഈ പള്ളിയിൽ മുദരിസും ഖത്തീബുമായി സേവനം ചെയ്തിട്ടുണ്ട്. 17ാം നൂറ്റാണ്ട് വരെ ഈ പള്ളിയിൽ വിഖ്യാത പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ദറസ് നടന്നിരുന്നു. ഖുത്ബിയത്തിൻ്റെ രചയിതാവ് കായൽപട്ടണം സ്വദേശി ഷെയ്ഖ് സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ഈ പള്ളിയിൽ വന്ന് താമസിക്കുകയും ആത്മീയ ദർസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. കേരളക്കരയിൽ ആത്മീയ പ്രഭ വിതറിയ പണ്ഡിതരുടെ 100 കണക്കിന് ഖബറിടങ്ങൾ ഇവിടെ കാണാം. കൂഫ ലിപിയിലും അറേബ്യൻ ലിപിയിലും എഴുതപ്പെട്ട ഖബറുകളും അക്കൂട്ടത്തിലുണ്ട്. രാമവർമ്മ കുലശേഖരൻ എന്ന ചേരമാൻ പെരുമാളിൻ്റെ കാലഘട്ടത്തിൽ ഹിജറ 2ാം ശതകത്തിൽ ദിയാഉദ്ദീൻ അൽ മദനിയുടെ സംഘത്തിൽപ്പെട്ടവരും ബദറിൽ പങ്കെടുത്തവരുമായ സഖഫ് ബിൻ അംറുൽ മുഹാജിർ, റബീഅത്ത് ബിൻ അഖ്തം, ആമിർ ബിൻ റബീഅത്തുൽ മുഹാജിർ, നുഅ്മാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹും തുടങ്ങിയ സ്വഹാബികളും മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തിൽപ്പെട്ട തഖിയുദ്ദീൻ ബിൻ മാലിക് ദീനാർ, മുഹമ്മദ് കമാൽ, അയ്യൂബ് ദീനാർ, അബ്ദുള്ള ദീനാർ റളിയല്ലാഹു അൻഹു എന്നീ മഹാന്മാരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതായി പറയപ്പെടുന്നു. ധനു 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഇരിക്കൂർ റഹ്മാനിയ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് കീഴിൽ വഅദ്, ദിക്ർ, ദുആ മജ്ലിസ് ഒക്കെ ഉൾപ്പെടുത്തി
എല്ലാ വർഷവും മഖാം ഉറൂസ് നടത്തിവരുന്നു. മാനത്തെ ചന്ദ്രൻ്റെ നിലാവില്ലാത്ത യാമങ്ങളിലും സ്വഹാബാക്കളുടെ നക്ഷത്രദീപ്തിയാൽ നിലാമുറ്റം നിലാവിനാൽ നിറയുകയാണ്. അതിനേക്കാളേറെ ആത്മപ്രഭയാലും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെയൊന്നണയണം. പ്രകൃതിയുടെ ശീതളച്ചായയിൽ പരിലസിക്കുന്ന സ്വഹാബിവര്യന്മാരുടെയും താബിഉകളുടെയും പണ്ഡിതവരേണ്യരുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ആ പുണ്യ പൂങ്കാവനത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് സിയാറത്ത് ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെയൊക്കെ മദദ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുലോകവും വിജയിപ്പിക്കട്ടെ, ആഖിബത്ത് നന്നാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.